ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഈ വരുന്ന ഫെബ്രുവരി 2-ന് ഏഷ്യാനെറ്റിൽ പുറത്തിറങ്ങുന്ന പുതിയ പരമ്പര ഈ പുഴയും കടന്ന് എന്ന സീരിയലിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരു അടിപൊളി ഫാമിലി സ്റ്റോറി പങ്കുവയ്ക്കുന്ന ഒരു പരമ്പരയാണിത്. പേര് പോലെ തന്നെ 4 പുഴയുടെ പേരാണ് ഇതിലെ 4 മക്കൾക്കും. അച്ഛനും അമ്മയും 4 മക്കളും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേത്. ആദ്യത്തെ മകള് ഗംഗയാണ്, രണ്ടാമത്തത് കാവേരി, മൂന്നാമത്തത് യമുന, നാലാമത്തത് നിള. 4 മക്കൾക്കും അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. ഫസ്റ്റത്തെ ആള് ഗംഗയുടെ ആഗ്രഹം ഫോറിനിൽ പോയിട്ട് സെറ്റിൽഡ് ആവണം എന്നാണ്. ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് അത്യാവശ്യം ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് നല്ല സെറ്റിൽഡ് ആയിട്ട് ജീവിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. രണ്ടാമത്തെ ആളായിട്ടുള്ള കാവേരി ആയിട്ട് അഭിനയിക്കുന്നത് ഗോമതി പ്രിയയാണ്. ഒരുപാട് കാലത്തിന് ശേഷം സ്ക്രീനിൽ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഗോമതി പ്രിയയെ. അവളാണ് ഈ സ്റ്റോറിയിലെ ഹീറോയിന്. പക്ഷെ സാധാരണ ഒരു ഹീറോയിൻ പോലുള്ള ഒരു ക്ലീഷേ കഥാപാത്രമല്ല അവളുടേത്. അവൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും അത് മുഖത്ത് നോക്കി പറയാനും പിന്നെ അതിന് പരിഹാരം കണ്ടെത്താനും അവൾ തയ്യാറാണ്. കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ്, കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ഒരാളാണ് നമ്മളെ കാവേരി. അതുപോലെ തന്നെ കാവേരിക്ക് അവളുടെ എല്ലാം അവളുടെ കുടുംബമാണ്. അച്ഛനും അമ്മ സഹോദരിമാർ എല്ലാമാണ് അവളുടെ ജീവിതം. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ യമുന. ആള് കുറച്ച് പഠിപ്പിസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. IAS ആവണം എന്നാണ് ആളുടെ മോഹം. പിന്നെ അതുപോലെ തന്നെ വേറെയും ചില മോഹങ്ങളൊക്കെ ആളുടെ ഉള്ളിലുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. നാലാമത്തെ ആളാണ് നിള. നിള ഇതിലെ കൊച്ചു കുട്ടിയാണ്. അവൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. അവൾ ഇത്ര ചെറുപ്പത്തിലെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ട് അത് വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഇങ്ങനെ വളരെ സ്മൂത്തായി വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവരുടേത്. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി നടക്കുന്നത്. വേറെ ഒന്നുമല്ല, അവരുടെ അച്ഛൻ മരണപ്പെടുന്നത്. അച്ഛൻ്റെ മരണശേഷം ഇവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ഇവരെങ്ങനെ അതിനെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാവരും മറക്കുന്നതും, ശേഷം ഇവരെല്ലാവരും വിവാഹം കഴിക്കുന്നതും, അവിടെ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങളും, അതിനുശേഷം അവരെ അമ്മയെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നതും ചെറിയ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അച്ഛൻ്റെ മരണത്തിൻ്റെ ദുരൂഹതയെ അത് അവർ കണ്ടുപിടിക്കുന്നതും, അതുപോലെ തന്നെ ആകെ ഉണ്ടായിരുന്ന അവരുടെ സ്വത്ത് അവർ സംരക്ഷിക്കുന്നതും, അതുപോലെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ആർക്കും ബോറടിപ്പിക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ തരുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഗോമതി പ്രിയയുടെ തിരിച്ചുവരവാണ്. അപ്പം അതിനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ സീരിയൽ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. സ്ക്രീനിൽ അവളെ വീണ്ടും കാണുമ്പോൾ കാവേരി എന്ന കഥാപാത്രമായിട്ടാണ് അവൾ ഇതിൽ വരുന്നത്. ഗംഗയുടെയും കാവേരിയുടെയും കഥ കൂടുതൽ ചുറ്റിപ്പറ്റിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നമ്മുടെ ഗംഗയുടെയും അതുപോലെ തന്നെ കാവേരിയുടെയും യമുനയുടെയും നിലയുടെയും ജീവിതത്തിലൊക്കെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരും മറക്കണ്ട, ഫെബ്രുവരി 2-നാണ് ഇത് പുറത്തിറങ്ങുന്നത്. ഏഷ്യാനെറ്റിൽ എല്ലാവരും ഇത് കാത്തിരുന്ന് കാണുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.